യുവതിയുടെ കാമുകനും രണ്ടാം പ്രതിയുമായ തോമസ് ജോസഫ്, ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവരെയാണ് കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഒന്നാം പ്രതി ഡോണ ജോജി പോലീസ് കാവലിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനാൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. കുഞ്ഞിനെ കൊന്നതാണോ അതോ പ്രസവത്തിൽ മരിച്ചതാണോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. മൃതദേഹം മറവ് ചെയ്ത തോമസിനെയും അശോകിനെയും ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുമെന്നാണ് പൂച്ചാക്കൽ പോലീസിന്റെ പ്രതീക്ഷ. ഡോണ കുഞ്ഞിനെ പ്രസവിച്ച മുറിയിൽ നിന്ന് ലഭിച്ച ചോരക്കറ ഉൾപ്പെടെയുള്ളവ കൂടുതൽ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചു. അവിവാഹിതയായ യുവതി അമിത രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് കുഞ്ഞിനെ കുഴിച്ചിട്ട വിവരം പുറം ലോകം അറിയാൻ കാരണം. ആരും അറിയാതെ വീട്ടിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ കാമുകന് കൈമാറിയെന്നാണ് ഡോണയുടെ മൊഴി. തോമസും അശോകും ചേർന്ന് തകഴി കുന്നുമയിലെ ഒരു പാടശേഖരത്തിന്റെ ബണ്ടിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള തോമസും ഡോണയും തമ്മിൽ 2 വർഷത്തോളമായി പ്രണയത്തിലാണ്. ഇരുവരുടെയും വിവാഹം വീട്ടുകാർ പറഞ്ഞ് ഉറപ്പിച്ചതുമാണ്. ഗർഭിണിയായ വിവരം വീട്ടുകാരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.